സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എന്താണോ എല്ലാരും ഒന്ന് അങ്ങോട്ട് വന്ന് നോക്കേ. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് സോച്ചി. പോർച്ചുഗൽ ട്രെയിലിംഗ് 2-3. ഫ്രീ കിക്ക് റൊണാൾഡോ എടുക്കുന്നു. ആ ഫ്രീ കിക്ക് റൊണാൾഡോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹർഷ ഫുള്ള് ഓസിയുടെ കൂടെ നിന്ന് എല്ലാം ചെയ്തു. താങ്ക് യു. ഓസി, what do you feel? കുറച്ചുനേരം ഒന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എന്റെ ഒരു അമ്മായി, അതെ പൂർണ്ണ ഗർഭിണി എന്ന് കേക്ക്. പൂർണ്ണ ഗർഭിണി നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോഴാ പ്രസവവേദന വന്നത്. ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്. അപ്പൊ അവിടെ നിന്നവര് പറഞ്ഞു, അമ്മായി ഇപ്പൊ പ്രസവിച്ചല്ലേ ഉള്ളൂ, ഒന്ന് പോയി റെസ്റ്റ് എടുത്തോളാൻ. അതാ ഫാമിലി. ഇപ്പോഴാണ് ഫീൽ ചെയ്ത് തുടങ്ങി കുറച്ച് കാലൊക്കെ ഓക്കെ ആയോ? കാലൊക്കെ ഇപ്പൊ ഞാൻ മൂവ് ചെയ്ത് തുടങ്ങി. നേരത്തെ നമ്പായിരുന്നില്ല, മൊത്തത്തില് ഒന്നും ഫീൽ ചെയ്തില്ലായിരുന്നു. നിസ്സാരം നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ നിസ്സാരം. What do you feel ആ ഒരു ബേബി ഇറങ്ങി വന്ന മൊമെന്റിൽ? Do you remember that moment? അപ്പോ മനസ്സ് ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ കുട്ടിക്കാലം മുതല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങള് സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ വരും. വല്ലാത്തൊരു എക്സ്പീരിയൻസ് അത്. എനിക്ക് ആലോചിക്കാൻ വയ്യ. പണ്ടേ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്കും തോന്നിയതാ. എനിക്ക് മേ ബി എപ്പിഡ്യൂൾ തന്നോണ്ടായിരിക്കാം ബേബി ഇറങ്ങി വന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ബേബിയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ബേബി വന്നു. അതുവരെ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ എൻ്റെ ദേഹത്ത് ഫുൾ എനർജി ഞാൻ കൊടുത്ത് ദാനം ചെയ്തിട്ടാണ് അത്. അഫ്കോഴ്സ് എല്ലാവരും അത് തന്നെയാണ്.